ഇന്നത്തെ നമ്മളെ റെസിപ്പി സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണ മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാന് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കണം. അവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം റോസ്റ്റായിട്ട് കിട്ടും. കുറേ ടൈം ഇട്ടിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതേപോലെ അവിൽ നല്ല റോസ്റ്റ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നല്ല ചൂടാറിയിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അവിലൊക്കെ പാകത്തിന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈസൂർ പഴമാണ് എടുത്തത്. അപ്പോൾ ഒരു 5 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ പഴം ഫുള്ള് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പഴക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള പഴം ഫുള്ളും ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബനാന ഫുള്ളും നല്ലോണം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല പഴുത്ത മാമ്പഴം ചേർത്ത് കൊടുക്കാൻ 1/2 കപ്പ് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിൽ മിൽക്കിന് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി മധുരത്തിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത പാൽ തന്നെ വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബനാനയിൽ മിക്സ് ചെയ്ത സമയത്ത് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലൈറ്റായിട്ടുള്ള മധുരം മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അവിൽ മിൽക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഏലക്കാപ്പൊടി ചേർക്കുന്ന സമയത്ത്. അപ്പോൾ പാല് തണുപ്പില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നല്ല തണുപ്പിച്ചിട്ട് എടുക്കണം. ഇനി നമുക്ക് അവിൽ മിൽക്ക് എങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാൻ നോക്കാം. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ സൈസിനനുസരിച്ച് വേണം ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് നിലക്കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തതും കുറച്ച് മാംഗോ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാങ്ങേൻ്റെ പീസസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിലൊക്കെ എത്രത്തോളം കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇഷ്ടത്തിന് അവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല തണുത്ത പാൽ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലെല്ലാം തണുപ്പുണ്ടാവണം കേട്ടോ. എന്നാലാണ് അവിൽ മിൽക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.